SSLC +2 പരീക്ഷകൾക്ക് ഫോക്കസ് ഏരിയ 70% മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബാക്കി 30% നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. എല്ലാ കുട്ടികൾക്കും അവരുടെ മികവിനനുസരിച്ച് സ്കോർ നേടാനാണിത്. കഴിഞ്ഞ തവണത്തെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ വന്നത് അസാധാരണ സാഹചര്യം പരിഗണിച്ച്. ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഇത് വിദ്യാർത്ഥികൾക്ക് വ്യക്തത വരത്തക്ക വിധത്തിൽ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്? മന്ത്രി നിയമസഭയിൽ വെച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത്. നിലവിൽ SSLC +2 പരീക്ഷകൾക്കുള്ള ഫോക്കസ് ഏരിയ അത് 70% മാത്രമാണ്. 70% വരെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 30% നോൺ ഫോക്കസ് ഏരിയയിലാണ്. പക്ഷേ 70% ഉള്ള ഫോക്കസ് ഏരിയയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയ 40% നിശ്ചയിക്കേണ്ടി വന്നത് പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ്. ആ മേഖലയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ എടുക്കേണ്ടി വന്നതും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മാത്രമായിരുന്നു. പക്ഷേ ഇത്തവണ ജൂൺ മുതൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ നിശ്ചയിക്കുകയും ആ ഫോക്കസ് ഏരിയ രീതിയിൽ നോൺ ഫോക്കസ് ഏരിയയിലെ 30% നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പരീക്ഷാ ഘടനയിലെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അറിയിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫോക്കസ് ഏരിയയിൽ കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ 50% ഒരു ഫോക്കസ് ഏരിയയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കും. അതുകൂടാതെ ആകെ പരീക്ഷ എത്ര മാർക്കിനാണോ ആ മാർക്കിന്റെ പകുതി മാർക്ക് വരുന്നത് വരെ ചോയ്സ് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ചോയ്സ് ആയി നൽകുകയും ചെയ്യും എന്നുള്ള മറുപടിയിൽ പറയുന്നുണ്ട്. രഞ്ജിത്ത്, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.